മോനെ, ഇവനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഗുഡ് ഈവനിങ് സാർ. സാർ അങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങാണോ? ആ, ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. എല്ലാരും കൂടോ? ആ, തോമസ് ഇരിക്കെ. ആ ചേച്ചി, റോസമ്മയോ, വരൂ. ഞങ്ങൾ ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. പിന്നെ സാറിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചേച്ചി ഇവിടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് ഒന്നും മാറി കിട്ടിയാൽ ഞാൻ ഇത്തരം കാര്യത്തിൽ ഇടപെടാറില്ല. റോസ്മിക്ക് അറിയാലോ. അല്ല, പുള്ളിക്കാരൻ പറഞ്ഞോളൂ. ആഹാ, ഇത് നല്ല സാരിയാണല്ലോ ചേച്ചി. ഫോറിനാണോ? റോസമ്മയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്നും ക്യാഷിലേക്കൊന്ന് മാറിയേ പറ്റൂ. സാറ് കൺട്രോളറെ വിളിച്ച് ഒന്ന് പറയണം. അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കോശി സാറിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. തോമസിന് വിഷമമൊന്നും തോന്നരുത്. എന്നെ കൊണ്ട് ശുപാർശയൊന്നും വയ്യ. ഐ എം സോറി. ഒരു ഫോണിന്റെ കാര്യമല്ലേ ഉള്ളൂ കൈമൾ സാറേ, ഒന്ന് വിളിച്ചു പറഞ്ഞാൽ. നോ, ഇല്ല, ഇക്കാര്യവുമായി തോമസ് ഇനി വരണ്ട. പറഞ്ഞോ? ഇറങ്ങാം. എത്തിയോ? പിന്നെ ആളൊന്നും മെനിങ്ങിട്ടുണ്ടല്ലോ. ചുമ്മാ. അച്ഛനല്ലേ ഇവിടെ? ഉണ്ട്. ഫയൽ വല്ലതും നോക്കായിരിക്കും അല്ലേ? അല്ല, ഉറങ്ങ. ആ, അങ്ങനെ ഒരു വഴിയുണ്ടോ? ഞായറാഴ്ച മാത്രം. രാവിലെ വരുമെന്ന് കരുതി. നല്ല സമയം നോക്കി വേണ്ടേ പുറപ്പെടാൻ? അത് ശരി. പിന്നെ എന്തൊരു വിശേഷങ്ങള്? ഒന്നുമില്ല. സുഖങ്ങൾ തന്നെ. നമുക്ക് അകത്ത് വരിക്കാം. അപ്പൊ ഞാൻ പുറത്തു നിന്നാ മതിയോ? ഏയ്, വരൂ. ഇരിക്കെ. ആഹാ, കുറെ നേരം ആയോ വന്നിട്ട്? ഇല്ല, ഞാൻ അതിനിടയ്ക്കൊന്നും മയങ്ങി. എന്താ വൈകിയേ? പറഞ്ഞു വെച്ചിരുന്ന ലോറി വന്നില്ല. വേറൊന്ന് അറേഞ്ച് ചെയ്യാൻ സമയമെടുത്തു. അതിപ്പോ നാളെ ഇനി എത്തുള്ളൂ. ഞങ്ങൾ ഇനി പോന്നേച്ചു. അപ്പൊ പിന്നെ ഇന്നെങ്ങനെയാ ഈ മെത്തയും കിടക്കുകയൊന്നും ഇല്ലാതെ? എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കണം. ഇന്നൊരു ദിവസം ഇവിടെ താമസിക്കാമല്ലോ. അത് വേണ്ടി വരുന്ന നേരത്തെ ഞാൻ ബാലറ്റിനോട് പറഞ്ഞതാ. ആ, അത് ശരിയാ. എന്നാ നാളെ പോവാം അങ്ങോട്ട്. എന്താ? അത് മതി. എന്നാ ഞാൻ ടാക്സി ഒന്ന് വിട്ടിട്ട് വരാം. അടിക്കാൻ തുറക്കും. എന്നാ പരമേശ്വരൻ ഇവിടെ വയ്ക്കോ. മതിയാ? മതി. അകത്തോട്ട് വെച്ചോ. നിറയെ പുസ്തകങ്ങളാ? ആണോ? സാൽമൻ റുഷ്ദിയുടെ പുതിയ പുസ്തകം സാറ് കണ്ടായിരുന്നോ? ഏതാ? ദി ജഗ്ഗാർ സ്മൈൽ. നിക്കാരാഗുവയെ കുറിച്ചുള്ളതാ. ഇല്ല, അതിന്റെ റിവ്യൂ എവിടെ വായിച്ചു? എന്തായാലുണ്ട്. മേനോൻ സാറിന് എന്ത് പറ്റി? സാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ മേനോനെയും ഭാര്യയും കണ്ടിട്ട് ഒരുപാട് കാലമായി. ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞാനൊരു ദിവസം അവിടെ പോരുന്നു. രണ്ടുപേരും തമ്മി മിണ്ടാട്ടവും ഇല്ല, ഉരിയാട്ടവും ഇല്ല. മുഖത്തോട് മുഖം നോക്കല. കഷ്ടമായി പോയല്ലോ. ആ, ഓരോ മനസ്സല്ലേ. ലവ് മാരേജ് ആയിരുന്നു. അതൊക്കെ മറ്റുള്ളവർ ഓർത്ത് വെക്കുന്നു, അവർ മറന്നു. അല്ലെങ്കിലും ഈ ലവ് മാരേജ് ഒന്നും ശരിയാവൂല. ഞാനിപ്പോ വരാം. കാണുന്നേ. വേണ്ട, സാരമില്ല.
സാറിന് ശ്രീകുമാരിയമ്മ ഓർമ്മയുണ്ടോ? ഏത് ശ്രീകുമാരിയമ്മ? പിന്നെ അത് കള്ള സാറ് മറന്നിട്ടൊന്നുമില്ല. ഞാനൊരു നോക്ക് കണ്ടു. കണ്ട ആരും ഇപ്പോഴും നോക്കിപ്പോവും. പണ്ടൊരു സോപ്പ് കോർണർ ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ പഴയ കഥകളല്ലേ. ഒരു ജോലി ശരിയാവുമെങ്കിൽ അതാ നല്ലത്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ. പിന്നെ നമുക്ക് വേണ്ട ചേച്ചി എന്തെങ്കിലും ഒരു ഏണിങ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷെ ഉണ്ണിയുടെ അച്ഛനത് ഇഷ്ടമല്ല. ആദ്യമൊക്കെ കുറെ പറഞ്ഞു നോക്കി. ബാലേട്ടൻ അങ്ങനെയല്ല. നിനക്ക് പറ്റുന്ന എന്ത് ജോലി കിട്ടിയാലും ചെയ്തോളാനാ പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടിമയായിട്ട് ജീവിക്കുന്ന എന്തിനാന്ന് എപ്പോഴും ചോദിക്കും. ഒരു പ്രത്യേക സ്വഭാവമാ. നീ നിന്റെ വഴി കണ്ടെത്തിക്കോളാൻ പറയും, ഞാൻ എന്റെ വഴി നോക്കിക്കോളാന്നും പറയും. ഭക്ഷണം കഴിക്കാറായില്ലേ? അല്ല, ഇവിടെ ഇരുന്നോളൂ. താങ്ക്സ്. മോള് പോയി കിടന്നോ? അപ്പൊ ഞാൻ എവിടെ കിടക്കാം? നീ താഴെ വാ. വാതിലടച്ചോളൂ. ബെഡിൽ കിടക്കാനുള്ള സ്ഥലമുള്ളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. എന്നാ കിടക്കാൻ നോക്കൂ. എന്താ ഇത്ര ധൃതി? എന്ന് വെച്ചാൽ അങ്ങനെ ക്ഷീണമില്ല മനുഷ്യൻ. സാറോ വരണം. കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. ഞാനൊരു സാധനം ട്രാൻസ്ലേറ്റ് ചെയ്യായിരുന്നു. എന്ത് സാധനം? ഒരു നാടകം, സോയിങ്കയുടെ. ഓ, ഇരിക്കും. ഇരിക്കേ. ഭയങ്കര ചൂട്. ഇത്തവണ ചൂട് കൂടുതലാ. ഓരോ വർഷം കഴിയും തോറും ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കുറയുന്ന യാതൊരു ലക്ഷണവും ഇല്ല. ഞാനൊരു ചായ ഉണ്ടാക്കാം. വേണി എവിടെ? അത് പറഞ്ഞില്ലല്ലോ. അവക്കൊരു ജോലി ശരിയായി. എന്ത് ജോലി? ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലാ. തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ച അതിന്റെ ഓപ്പണിംഗ്. ഇപ്പൊ അതിന്റെ പ്രാരംഭ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആരാ അതിന്റെ ആള്? എന്റെ ഒരു ഫ്രണ്ടാ, മഹേഷ്. സാറിന് പരിചയം ഉണ്ടോ എന്നറിയില്ല. ഇല്ല. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാം. ചായ വേണ്ട, തണുത്ത വെള്ളം കാണുമല്ലോ, അത് മതി. പക്ഷെ ബാല, വേണി എന്തിനാ ജോലിക്ക് അയക്കുന്നേ? വെറുതെ ഒറ്റക്കിരുന്ന് മുഷിഞ്ഞു പോവില്ലേ? ഇവിടെ എന്ത് ചെയ്യാനാ? ബാലൻ റഷ്ദിയുടെ ഒരു പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ദ ജിഗാർ സ്മൈൽ. അതെനിക്കൊന്ന് വേണം. തരാലോ. എനിക്ക് ഫിക്ഷനേക്കാൾ ഈ മാതിരിയുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടം. വേണിയാ? സാറിപ്പോ വന്നു? കുറച്ചേരായി. ഇതാണ് മഹേഷ്. ഞാൻ പറഞ്ഞില്ലേ, അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ബോസ്. ഗ്ലാഡ് ടു മീറ്റ് യു. ഹലോ, ഇത് മിസ്റ്റർ കൈമൾ, പബ്ലിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയാ. ആണോ? നിങ്ങളുടെയൊക്കെ സഹായം കൂടെ വേണം. ഞാൻ ഈ നാട്ടിൽ പുതിയതാ. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടോ? പിന്നെ ഇന്നിപ്പോ കോസ്മോ പ്ലേയേഴ്സ് ആൻഡ് പട്ടേൽസ് എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് എത്തുന്നുണ്ട്. എനിക്ക് അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ട് കോളർ ആക്കണം. വരട്ടെ? അയ്യോ, ചായ ചായ ഒന്നും വേണ്ട. സാറേ, ഇനാഗുറൽ ഫംഗ്ഷൻ സാറ് എത്തണം. അറിയിക്കാം. വരട്ടെ?
അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അല്ല വേണി ചായ ഉണ്ടാക്കും. അയ്യോ വേണ്ട, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലേ ക്ഷീണം കാണും. ഇപ്പൊ റെസ്റ്റ് എടുക്കാം. See you. ആ ഞാനിവിടെ കുറച്ചു നേരമായി കാത്തു നിൽക്കുന്നു. സാറ് താമസിച്ചു പോയല്ലോ. ഞാനൊരു സ്ഥലം വരെ പോയി. സാറിന് ഈ വണ്ടി ഒന്ന് കാണിക്കാൻ വന്നതാ. വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. സാറ് വണ്ടി ഒന്ന് ചുമ്മാ നോക്കണം. പുതിയ മോഡലാ, ഇറങ്ങിയതേ ഉള്ളൂ. സാറിന് തീർച്ചയായും ഇഷ്ടാവും. വേറൊരു പാർട്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്തതാ. സാറിനാണെങ്കിൽ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. എനിക്ക് വേണ്ട, ഇപ്പോ ഉള്ളത് തന്നെ ധാരാളാ. അതൊന്ന് കൊണ്ടുപോകും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. വാങ്ങിയ തീർച്ചയായും സാറിന് ഇഷ്ടാവും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നീട് അന്വേഷിച്ചാൽ കിട്ടില്ല. ആ വേണ്ടേ വേണ്ട. ഇടത്തെ സൈഡ്. ശരി. 5 ഫയലുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോണം. ശരി. ഈ ബില്ലുകളൊന്ന് വെരിഫൈ ചെയ്യണം. ഇത് മതിയല്ലോ. മറ്റേ ഒന്നുകൂടെ മെഷർ ഞാൻ ചെയ്യണ്ടേ? വെക്കട്ടെ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഓക്കെ. ആ വേണിയാ, ഇരിക്ക്. അലക്ക് ഇപ്പൊ വരാം. വേണ്ട, ചേച്ചിയുടെ പണി നടക്കട്ടെ, ഞാനവിടെ നിന്നോളാം. ചേച്ചി തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? വേലക്കാരിയില്ലേ? ഒരാളുണ്ട്, രാവിലെ വന്നു പോവും. ഇന്ന് വന്നില്ല. അവളുടെ അയൽവക്കത്ത് എന്തോ വിശേഷം. ചേച്ചിയെ പോലെ ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഒരു മ്യൂസിയം പീസ് പോലെ. എന്തൊരു ബോറാ. വേണിക്ക് ഭാഗ്യമുണ്ട്, പറന്ന് നടക്കല്ലേ. ആ യെസ്, ഐ ഹാവ് ഗോട്ട് വിങ്സ്. പറക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചേച്ചി കുറച്ച് കാശ് ഒന്ന് സഹായിക്കണമല്ലോ. കുറെ ഡ്രസ്സ് വാങ്ങാനാ. ഈ ജോലിക്ക് കുറച്ച് ഫാഷനബിൾ ആവണമല്ലോ. ബാലേട്ടനോട് ചോദിക്കണ്ടെന്ന് വെച്ചു. എന്റെ ശമ്പളം കിട്ടിയാലും തിരിച്ചു തരാം. എന്റെ കാശൊന്നും ഇല്ലല്ലോ. ഉണ്ണിയുടെ അച്ഛൻ വന്ന് ചോദിക്കാം. കാശിന്റെ കാര്യമൊക്കെ ഞാൻ വിചാരിച്ചു ചേച്ചിയോ അതൊക്കെ നോക്കുന്നേന്ന്. വരുമ്പോ പറയാം. വേണ്ട, ഐ വിൽ മാനേജ് ഇറ്റ്. വരട്ടെ. ആ പിന്നെ ഇനാഗ്രേഷന് ചേച്ചിയും വരണം. കൈമൽ സാറിനോട് എന്ത് തന്നെ പറയും. വരട്ടെ. ഇരിക്കൂ. താങ്ക് യു. മഹേഷ്. മനസ്സിലായി. മഹേഷ് വന്നിരിക്കുന്നത് സാറിനെ നാളത്തെ ഇനാഗുറൽ ഫംഗ്ഷൻ ക്ഷണിക്കാനാ. നാളെ പിന്നെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, സാറിന് സൗകര്യമായി. ആ ദാ. സിനിമാ നടിയാ അല്ലേ? അതെ, ഞങ്ങൾക്കും പരസ്യം വേണമല്ലോ, അതിനാ. മന്ത്രിമാരാരെങ്കിലും പോരായിരുന്നോ പബ്ലിസിറ്റിക്ക്? അതിന് മന്ത്രിമാരെ കിട്ടണ്ടേ? എല്ലാവരും ടൂറിലാ. അപ്പോ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട സാർ. ഛേ, അങ്ങനെയല്ല. എന്നാ തണുത്ത എന്തെങ്കിലും. ആ, 1 ലൈം ജ്യൂസ്. അപ്പോ സാറ് തീർച്ചയായും വേണം, വിത്ത് ഫാമിലി. ഓ യെസ്. എന്നാ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ. പിന്നെ മറന്നുപോയാലോ?
പിന്നെ വിളിച്ചോളാം. ആ അത് മതി. രജനി, അമ്മയെ വിളിക്കാം. നീ എന്താ വരുന്നില്ലേ? ഇല്ല. പോകാതിരിക്കുന്നത് മോശമാ. അവര് വന്ന് നേരിട്ട് ക്ഷണിച്ചതല്ലേ, കത്തും തന്നു. വയ്യാതിരിക്കുക. ഓ, എന്നാ പിന്നെ ഞാനും പിള്ളേരും പോവാം. രജനി വാ.